ഹായ് ആസ്പിരൻസ്, നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണിന്ന്. സോ നമ്മുടെ പഴയ വീഡിയോസിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 200 വേർഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇന്നുകൊണ്ട് നമ്മൾ 250 വാക്കുകൾ നമ്മുടെ റൂട്ട് വേർഡ് സീരീസിൽ കവർ ചെയ്യുകയാണ്. അപ്പോൾ 200 വാക്കുകൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് ആ 200 വേർഡ്സും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് വന്ന് നമ്മുടെ ഫോബിയ സീരീസ് കാണാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫോബിയ റൂട്ട് വേർഡ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വേർഡ് നമ്മുടെ ഫോബിയ സീരീസിലെ ഫസ്റ്റ് വേർഡ് ഡോമറ്റോഫോബിയ. ഓക്കെ, ഡോമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ഹൗസസ്, വീടുകളോടുള്ള ഭയമാണ് ഡോമറ്റോഫോബിയ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡോമറ്റോ എന്നൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾക്ക് എന്ത് ഓർമ്മ വരും? ഡോർമെട്രി ഓർമ്മ വരും അല്ലേ? ഡോർമെട്രി. ഓക്കെ, ഡോർമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? താമസിക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ഡോർമെട്രി വെച്ചിട്ട് എന്തോർക്കുക? ഫിയർ ഓഫ് ഹൗസസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഡോമറ്റോ എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വെക്കുക? ഡോർമെട്രി ഓർമ്മ വെക്കുക. അത് വെച്ചിട്ട് താമസിക്കുന്ന സ്ഥലം, കിടക്കുന്ന സ്ഥലം, അങ്ങനെയൊക്കെ ഓർത്തിട്ട് എന്താക്കുക? ഫിയർ ഓഫ് ഹൗസസ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് വേർഡ് ഡിസ്റ്റിച്ചോഫോബിയ. ഓക്കെ, ഡിസ്റ്റിച്ചിഫോബിയ. എന്താ ഡിസ്റ്റിച്ചിഫോബിയ? ഡിസ്റ്റിച്ചിഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ആക്സിഡൻസ്. ഓക്കെ, കുറേ ആളുകൾക്കുള്ള ഒരു ഫിയർ ആണല്ലേ, ആക്സിഡൻസ് ഉണ്ടാകുമോ എന്ന് ഓർത്തിട്ടുള്ള ഒരു തരം ഭയം ഉണ്ടാകും. ഓക്കെ, ചിലർ വളരെ മെല്ലെ വണ്ടി ഓടിക്കും അല്ലേ? എന്തിനാ? ഓക്കെ, അടുത്ത വളവിൽ ആക്സിഡൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഒരു വല്ലാത്ത ആ കരുതലിനേക്കാൾ ഉപരിയായിട്ട് ഭയം വെച്ചിട്ട്, ഇല്ലെങ്കിൽ ഭയം കാരണം വണ്ടി ഓടിക്കാൻ പറ്റാത്തവരുണ്ടാകും. ഓക്കെ, അങ്ങനെ ഉള്ള ഭയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റിച്ചിഫോബിയ. ഓക്കെ, ആൻഡ് എക്ലിസിയോഫോബിയ. ആൻഡ് ഫോബിയ എന്ന് പറയുന്ന വാക്ക് ബേസിക്കലി എന്താണ്? ഫോബിയ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? ഫിയർ ഓഫ് സംതിങ് അല്ലേ? ഫോബിയ എന്ന് കേട്ടാൽ എന്ത് മനസ്സിലാക്കുക? ഫിയർ ഓഫ് സംതിങ് ആണ് ഫോബിയ എന്ന് പറയുന്ന വാക്ക്. ഈ എക്ലിസിയോ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ലോജി സീരീസ് പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ ലോജി റൂട്ട് വേർഡ് പഠിച്ച സമയത്ത് നമ്മൾ എക്ലിസിയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? എക്ലിസിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു ഓർത്ത് വെച്ചത്? എക്ലിപ്സ് എന്ന് പറയുന്ന വാക്കല്ലേ? എക്ലിപ്സ് എന്ന് വെച്ചാൽ എന്താ? ഇങ്ങനെ ഗ്രഹണം ബാധിച്ച ഒരു അവസ്ഥയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചേർച്ചിനെയാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്. അപ്പം എക്ലിപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രഹണം ബാധിച്ച ഒരു അവസ്ഥ. ആ ഒരു ഗ്രഹണത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ വിശ്വാസികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് എന്ത്? ചേർച്ച്. അപ്പോൾ എക്ലിസിയോ എന്ന് പറയുമ്പം എന്തുവാണ്? ഗ്രഹണം മാറ്റുന്ന സ്ഥലം, ചേർച്ച്. ഓക്കെ, അതായത് ഈ പാപത്തിൻ്റെയൊക്കെ കറകളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ? വിശ്വാസികളെ സംബന്ധിച്ച് പാപത്തിൻ്റെ കറകളൊക്കെ മാറ്റിയിട്ട് അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ഗ്രഹണമൊക്കെ മാറ്റി കൊണ്ടുവരുന്ന സ്ഥലം ചേർച്ച്. അങ്ങനെ കേട്ടോ. അപ്പം എക്ലിസിയോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റിലേറ്റ് ചെയ്യുന്നത്? ചേർച്ചിനെ. അപ്പം ചേർച്ചിനോടുള്ള ഭയമാണ് എന്ത്? എക്ലിസിയോഫോബിയ. ഓക്കെ, നൗ ഐസോടെറോഫോബിയ. ഓക്കെ, ഐസോടെറോഫോബിയ എന്താ? ഫിയർ ഓഫ് മിറേഴ്സ്. ഓക്കെ, കണ്ണാടിയോടുള്ള ഭയം. ഓക്കെ, അതാണ് ഐസോടെറോഫോബിയ. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ എന്താ? ഞാനാണല്ലേ? ഐസോ. ഓക്കെ, ഐസോ. ഓക്കെ, ഐസോ. ഓക്കെ, അതൊന്ന് എഴുതി നോക്കി. ഐസോടെറോഫോബിയ. ഐസോ എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന പോലെ അല്ലാതെ നമുക്ക് എന്ത് എഴുതാം? ഐസോ അല്ലേ? ഓക്കെ, ഐസോ. ഞാൻ കാണുന്നു, ഞാൻ എന്നെ തന്നെ കാണുന്നു. എവിടെയാ? മിറേഴ്സിലല്ലേ? ഞാൻ എന്നെ തന്നെ കാണുന്ന സ്ഥലം എവിടെയാ? മിറേഴ്സിൽ. അപ്പൊ ഐസോ ടെറോഫോബിയ. ടെറർ. ഓക്കെ, അപ്പൊ പേടി ഉണ്ടാവുന്നു. അങ്ങനെ ആലോചിച്ച് നോക്കിയേ. ഐസോ, ഞാൻ എന്നെ തന്നെ കാണുന്ന സ്ഥലം എവിടെയാ? മിറേഴ്സ്. അപ്പൊ ഐസോ ടെറോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മിറേഴ്സ്. ഓക്കെ, എമിറ്റോഫോബിയ. എമിറ്റോളജി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലോജി സീരീസിൽ. കണ്ടോ, നമ്മുടെ വാക്കുകളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന വാക്കുകളാണല്ലേ? ലോജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സംതിങ് ആണ്, ഫോബിയ എന്ന് പറയുന്നത് ഫിയർ ഓഫ് സംതിങ് ആണ്. അങ്ങനെ വരുമ്പം നമ്മുടെ എക്ലിസിയോ എന്ന് പറയുന്ന വാക്ക് എന്തിൻ്റെ കൂടെ വന്നാലും ചേർച്ചിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, എമിറ്റോ എന്ന് പറയുന്ന വാക്ക് എന്തിൻ്റെ കൂടെ വന്നാലും എന്താണത്? വോമിറ്റിംഗ് ആണ്. എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എമിറ്റ് ചെയ്യുക, പുറന്തള്ളുന്നത്, വോമിറ്റിംഗ്. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. എമിറ്റോഫോബിയ, എമിറ്റ് ചെയ്യുന്നത്. എമിറ്റോളജി എന്ന് പറയുമ്പോഴോ എമിറ്റ് ചെയ്യുന്നതിനെ വോമിറ്റിംഗ് അങ്ങനെ ഓർക്കുക കേട്ടോ. എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷെ എന്താ, നമ്മൾ പ്രൊനൗൺസിയേഷൻ വെച്ചിട്ട് ജസ്റ്റ് അങ്ങ് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, എമിറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് വോമിറ്റിംഗ്.
ഓക്കെ. എനറ്റോഫോബിയ. എനറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് പിൻസ്. പിന്നിനോടുള്ള ഭയം. ഈ മുട്ടുസൂചിയോടോ അല്ലെങ്കിൽ സേഫ്റ്റി പിന്നിനോടോ അങ്ങനെ എന്തെങ്കിലുമുള്ള പിന്നുകളില്ലേ, കുത്തിക്കേറുന്ന അങ്ങനെയുള്ള പിന്നുകളോടുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? എനറ്റോഫോബിയ. എനറ്റോഫോബിയ. ഓക്കെ. ഇനി ഇതാ എൻഡമോഫോബിയ. എൻഡോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് എന്താ വരിക? എന്താ ഓർമ്മ വരിക? ഇൻസെക്ട്സിനെ ഓർമ്മ വരണം കേട്ടോ. അത് നമ്മൾ ലോജി ആണെങ്കിലും ഏതൊരു റൂട്ട് വേർഡിൻ്റെ പുറകിലേക്ക് വന്നു കഴിഞ്ഞാലും എൻഡോ എൻഡമോ എന്നൊക്കെ പറയുന്ന വാക്ക് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? നമ്മുടെ ഇൻസെക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അപ്പം എൻഡമോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ഇൻസെക്ട്സ്. ഓക്കെ, ഫിയർ ഓഫ് ഇൻസെക്ട്സ്. നൗ എഫീബിഫോബിയ. ഓക്കെ, എഫീബിഫോബിയ എന്താ? ഫിയർ ഓഫ് ടീനേജേഴ്സ്. ടീനേജേഴ്സിനോടുള്ള ഭയമാണ് എന്ത്? എഫീബിഫോബിയ. എഫീബിഫോബിയ. ഓക്കെ, ടീനേജേഴ്സിനോടുള്ള ഭയമാണ് എഫീബിഫോബിയ. ഓക്കെ. ഇനി എപ്പിസ്റ്റമോഫോബിയ. എപ്പിസ്റ്റമോഫോബിയ എന്താ? ഫിയർ ഓഫ് നോളജ്. ഓക്കെ, ഇങ്ങനെ ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യമില്ലേ, അതായത് നമ്മളിപ്പോൾ GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ എന്താണ്, ഇങ്ങനെ നോളജ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇതിങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു ഏരിയ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഈ നോളജ് ഗെയിൻ ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവത്തില്ലേ ചിലപ്പോൾ ഒക്കെ, ഇതൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രേ ഇല്ലേ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അതിനോടുള്ള ആ ഒരു ഭയമില്ലേ, നമുക്ക് തുടക്കത്തിൽ ഇനീഷ്യലി ഉണ്ടാകുന്ന ഇൻഹിബിഷൻ ഇല്ലേ, ആ ഒരു ഭയം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എപ്പിസ്റ്റമോഫോബിയ. ഓക്കെ, എപ്പിസ്റ്റമോഫോബിയ. ആലോചിച്ചാൽ മതി, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമിൽ നമ്മൾക്ക് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ആ ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? എപ്പിസ്റ്റമോഫോബിയ. നമ്മുടെ ലൈഫുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്ത് വെക്കുക. എനിക്ക് എപ്പിസ്റ്റമോഫോബിയ ഉണ്ടായിരുന്നു തുടക്കത്തിൽ, അങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എപ്പിസ്റ്റമോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് നോളജ്. ഓക്കെ. നൗ എർഗോഫോബിയ. എർഗോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് വർക്ക്. വർക്ക് ചെയ്യുന്നതിനോടുള്ള ഭയമാണ് എന്ത്? ഏഗോഫോബിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾക്കൊരു സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നത് വരെ എന്തുണ്ട്? ജോലി കിട്ടണം എന്നുള്ളൊരു വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും അല്ലേ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാലോ ജോലിക്ക് പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, ലീവ് എടുക്കാൻ തോന്നും, മടിയായിരിക്കും അല്ലേ മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തിലേക്ക് എടുക്കാം? ജോലി കിട്ടുന്നവരെ, ജോലിക്ക് പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് എന്താണ്? എപ്പിസ്റ്റമോഫോബിയ ആണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എർഗോഫോബിയ ആണ്. ഓക്കെ, ജോലിയോടുള്ള ഭയം. ഓക്കെ, യെസ്. ഫെബ്രിഫോബിയ. ഫെബ്രിഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫെബ്രി, എഫ് വെച്ചിട്ട് ഓർത്ത് വെക്കുക. ഫെബ്രിഫോബിയ, ഫോബിയ ഭയമാണ്. ഫെബ്രിഫോബിയ എന്ന് വെച്ചാൽ എന്താ? എഫ് കേട്ടോ, ഫീവർ. ഫീവറിനോടുള്ള, പനിയോടുള്ള ഭയമാണ് എന്ത്? ഫെബ്രിഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെ ഓർത്ത് വെക്കും? എഫ് വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഈ എഫും ഫിയറിൻ്റെ എഫും വെച്ചിട്ട് ഓർത്ത് വെക്കുക. സോറി, ഫീവറിൻ്റെ എഫും വെച്ചിട്ട് ഓർത്ത് വെക്കുക. ഫെബ്രിഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ഫീവർ. ഓക്കെ, പനിയോടുള്ള ഭയമാണ് ഫെബ്രിഫോബിയ. ഓക്കെ, ഗ്യാമോഫോബിയ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് സ്ത്രീജനങ്ങൾക്കുള്ള ഒരു ഭയമാണ് എന്ത്? ഗ്യാമോഫോബിയ എന്ന് പറയുന്നത്. സ്ത്രീജനങ്ങൾക്ക് മാത്രമല്ല, യൂത്തിന് ഒരുപാട് പേർക്കുള്ള ഒരു ഭയമാണ് ഗ്യാമോഫോബിയ എന്ന് പറയുന്നത്. എന്തിനോടുള്ള ഭയമാണ്? മാരേജിനോടുള്ള ഭയമാണ് എന്ത്? ഗ്യാമോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനും ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ഫ്രീ ലിവിങ് സ്പേസ് നമ്മൾക്ക് പോകുമെന്നുള്ള ഒരു ഭയം കാരണം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മൊത്തത്തിൽ കല്യാണം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിനോട് മൊത്തത്തിലുള്ള ഒരു ഭയം ഉണ്ടാകും. ആ ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്യാമോഫോബിയ എന്ന് പറയുന്നത്. ഗ്യാമോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മാരേജ്. ഓക്കെ, ഗ്രാഫോഫോബിയ. എന്താ ഗ്രാഫോഫോബിയ? ഗ്രാഫോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് റൈറ്റിംഗ്. ഓക്കെ, ഗ്രാഫ് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ? ഗ്രാഫ് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ? നമ്മൾ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണല്ലേ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രാഫ് എന്ന് പറയുന്നത് എന്താ? നമ്മളിങ്ങനെ എഴുതുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഗ്രാഫ് പേപ്പറിലൊക്കെ നമ്മൾ +2 പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ഗ്രാഫ് വരച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ ഗ്രാഫ് വരച്ചിട്ടുള്ളവരാണ്. അപ്പം അവിടെ നമ്മൾ വരയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ല എഴുതുകയും ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഗ്രാഫിൽ നമ്മൾ എഴുതുന്നുണ്ട്. സോ ഗ്രാഫോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? എഴുതുന്നതിനോടുള്ള ഭയമാണ് ഗ്രാഫോഫോബിയ. ഓക്കെ,
ഗൈനോഫോബിയ. ഗൈനോഫോബിയ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നതല്ലേ? കാരണം എന്താ, ഗൈനോ അല്ലെങ്കിൽ ഗൈനക് എന്നൊക്കെ പറയുന്ന വാക്ക് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഗൈനക്കോളജിസ്റ്റ് ഒക്കെ എന്താണ്, വിമണുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ വുമണുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കാണല്ലേ ഗൈനക്. ഓക്കെ, ഗൈനക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താ ഗൈനോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് വിമൻ. വിമനോടുള്ള, സ്ത്രീകളോടുള്ള ഭയമാണ് എന്ത്? ഗൈനോഫോബിയ. ഗാമോഫോബിയ ആണെങ്കിലോ ഫിയർ ഓഫ് മാരേജ്. ഗൈനോഫോബിയ ആണെങ്കിൽ ഫിയർ ഓഫ് വിമനോടുള്ള ഭയമാണ് ഗൈനോഫോബിയ. യെസ്. ഹീമോഫോബിയ. ഓക്കെ, ഹെമറ്റോളജി നമ്മൾ പഠിച്ചാണ്. ഹീമോഫീലിയ ഇതൊക്കെ നമുക്കറിയാവുന്നല്ലേ. ഹീമോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ എന്താ, ഹീമോഗ്ലോബിൻ ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. ഓക്കെ, ഹീമോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾക്ക് എന്താ അറിയാം, ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു ബ്ലഡ്. ഓക്കെ, ബ്ലഡുമായിട്ട് ബന്ധപ്പെടുന്ന, രക്തവുമായിട്ട് ബന്ധപ്പെടുന്ന എന്തോ ഒരു വാക്കാണ് ഹീമോ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഹീമോഫോബിയ എന്ന് വെച്ചാൽ എന്താ, രക്തത്തോടുള്ള ഭയം. ഓക്കെ, ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ചോര കണ്ട ആ സ്പോട്ട് തല ഇറങ്ങി വീഴും അല്ലേ, അവർക്ക് എന്തുള്ളത് കൊണ്ടാ, ഹീമോഫോബിയ ഉള്ളത് കൊണ്ടാ. ഓക്കെ, ഹീമോഫോബിയ ഉള്ളത് കൊണ്ടാണ് ചോര കണ്ട തല ഇറങ്ങി വീഴുന്നത്. ഓക്കെ കേട്ടോ, രക്തത്തോടുള്ള ഭയം, അതാണ് ഹീമോഫോബിയ. ഓക്കെ, നൗ ഹാമറ്റോഫോബിയ. ഓക്കെ, ഹാമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ, ഫിയർ ഓഫ് സിൻ. ഈ ഹാമറ്റിയോളജി നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ ലോജി സീരീസിൽ നമ്മൾ ഹാമറ്റിയോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഇത് ഓർത്ത് വെച്ചേ? ഹാമർ. ഓക്കെ, ഹാമർ എന്ന് വെച്ചാൽ എന്താ? ഈ ഹാമർ എന്ന് വെച്ചാൽ എന്താ? ചുറ്റിക അല്ലേ. ഹാമർ എന്ന് വെച്ചാൽ എന്താ? ചുറ്റിക. ഈ ഹാമർ കേട്ടോ. പക്ഷെ നമുക്ക് വായിക്കുന്ന സമയത്ത് ഇതും ഹാമർ തന്നെയല്ലേ. ഓക്കെ, അപ്പൊ എന്താ ഹാമർ എന്ന് കാണുമ്പോഴേ എന്തോർമ്മ വരും? ചുറ്റിക ഓർമ്മ വരിക. ആൻഡ് എന്താണ്, പാപം ചെയ്താൽ ചുറ്റിക വെച്ച് തലക്കടിക്കും. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. പാപം ചെയ്താൽ ചുറ്റിക വെച്ച് തലക്കടിക്കും. അപ്പൊ ചുറ്റിക കാണുമ്പോഴേ എന്തോർമ്മ വരണം? പാപം ഓർമ്മ വരണം. അപ്പൊ ഹാമറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് സിൻ. ഹാമറ്റിയോളജി എന്ന് വെച്ചാൽ എന്താ? സ്റ്റഡി ഓഫ് സിൻ. ഓക്കെ, ഹാമർ വെച്ചിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. നൗ ഹീലിയോഫോബിയ. ഓക്കെ, ഹീലിയോ എന്ന് പറയുന്ന വാക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാ? സണ്ണിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാ. ഓക്കെ, ഹീലിയോസെൻട്രിക് തിയറി, ജിയോസെൻട്രിക് തിയറി ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ സണ്ണിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഓക്കെ, സണ്ണ് സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രലാണെന്ന് പറയുന്നത് ഹീലിയോസെൻട്രിക്കും, ജിയോസെൻട്രിക് എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഭൂമി സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രലാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം വരെ ജിയോസെൻട്രിക് തിയറി ഒക്കെ ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഹീലിയോസെൻട്രിക് തിയറി ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ഹീലിയോസെൻട്രിക് എന്ന് വെച്ചാൽ എന്താ? സണ്ണ് ഓക്കെ, നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ നടുവിലാണ് എന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ ഹീലിയോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? സംതിങ് റിലേറ്റഡ് ടു സൺ. അപ്പൊ ഹീലിയോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സണ്ണിനോടുള്ള ഭയം, സൂര്യനോടുള്ള ഭയമാണ് എന്ത്? ഹീലിയോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഹെൽമിന്തോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് വോംസ്. ഓക്കെ, വോംസിന് നമ്മൾ പല പേരുകൾ, വേർമിയോളജി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ലോജി സീരീസിൽ വോംസിനെ കണ്ടിട്ടുണ്ട്, വേറെ പല പേരിലും നമ്മൾ വോംസിനെ കണ്ടിട്ടുണ്ട്. അതേപോലെ ഒരു പേരാണ് എന്ത്? ഹെൽമിന്തോ എന്ന് പറയുന്ന വാക്ക് കേട്ടോ. ഹെൽമിന്തോ എന്ന് പറയുന്ന വാക്ക്, ഹെൽമിന്തോ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സംതിങ് റിലേറ്റഡ് ടു വോംസുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ത്? ഹെൽമിന്തോ എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽമിന്തോ ഫോബിയ. ഓക്കെ, ഹാഫിഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ടച്ച്. ഓക്കെ, ചിലരിങ്ങനെ തൊടാൻ വരുമ്പോഴേക്കും ഇങ്ങനെ പേടിച്ചിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അതെന്താ? അവർക്ക് ടച്ചസിനോടുള്ള ഒരു തരം ഭയമുണ്ട്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാഫിഫോബിയ എന്ന് വെച്ചാൽ എന്താ? ടച്ചസിനോടുള്ള ഭയം. ഓക്കെ, ഇങ്ങനെ തൊടുന്നതൊന്നും അവർക്ക് അത്ര ഓക്കെ ആയിരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് എന്തെന്ന് പറയുന്നത്? ഹാഫിഫോബിക് അല്ലെങ്കിൽ ഹാഫിഫോബിയ ആണ് അവർക്കെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹെർപറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് റെപ്റ്റൈൽസ്. ഓക്കെ, ഹെർപറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് റെപ്റ്റൈൽസ്. ഓക്കെ, നോക്കിയേ, നമുക്കിവിടെ പെറ്റുണ്ട്. പെറ്റ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ജീവികളല്ലേ. ഓക്കെ, പക്ഷെ റെപ്റ്റൈൽസിനെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ജീവികളാണോ? അല്ല അല്ലേ. റെപ്റ്റൈൽസ് ഇഴജന്തുക്കളല്ലേ, അവരെ നമ്മൾ ഓമനിച്ച് വളർത്താൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെറ്റാണ്, പക്ഷേ പെറ്റാക്കാൻ പറ്റാത്ത ജീവികൾ. ഹെർപറ്റോ എന്ന് കാണുമ്പോൾ എന്ത് ഓർക്കുക?
പെറ്റാക്കാൻ പറ്റാത്ത ജീവികൾ അവരാരാ? റെപ്റ്റൈൽസ്. ഹെർപെറ്റോ. ഓക്കെ, പെറ്റാക്കാൻ പറ്റാത്ത ജീവികൾ ആരാണ്? റെപ്റ്റൈൽസ്. അപ്പൊ ഹെർപെറ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? റെപ്റ്റൈൽസിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ റെപ്റ്റൈൽസിനോടുള്ള ഭയം. അതാണ് എന്ത്? ഹെർപെറ്റോഫോബിയ. ഓക്കെ, ഹിപ്പോഫോബിയ. ഹിപ്പോഫോബിയ ഹിപ്പോളജി നമ്മൾ കണ്ടതാണ്. ഹിപ്പോ എന്ന് പറയുമ്പോൾ എന്താ അത് മീൻ ചെയ്യുന്നത്? ഹോഴ്സസ് ആണ് കേട്ടോ. ഓക്കെ, ഹോഴ്സസ്. ഹിപ്പോ എന്ന് പറയുന്ന വാക്ക് കേട്ടാൽ ഹിപ്പോപ്പൊട്ടാമസ് ഓർക്കരുത് ഒരിക്കലും. ഹിപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? ഹോഴ്സസ് ആണ് കേട്ടോ. കുതിരകളെ പറ്റിയിട്ടുള്ള ഒരു പദമാണ് ഹിപ്പോ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ആലോചിച്ചാൽ മതി. അതിന് ഹോഴ്സ് പവർ എന്നൊക്കെ പറയുന്നത് ഭയങ്കരമല്ലേ. അതിന് ഹിപ്പൊക്കെ വെച്ചിട്ട് ഒരു തട്ട് തട്ടിയാൽ നമ്മളിങ്ങനെ തെറിച്ച് താഴെ വീഴും അല്ലേ. അപ്പൊ ഹിപ്പോ എന്ന് പറയുന്നത് ഹിപ്പ് വെച്ച് തട്ടി തെറിപ്പിച്ച് നമ്മളെ ഇടുന്ന ആൾക്കാർ ആരാ? ഓക്കെ, ഹോഴ്സസ്, കുതിരകളാണ്. അപ്പോൾ അവരെ പറ്റിയിട്ടുള്ള ഭയമാണ് ഹിപ്പോഫോബിയ. അവരെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഹിപ്പോളജി. ഓക്കെ, യെസ്. ഹോഡോഫോബിയ. ഹോഡോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ട്രാവൽ. ഹോഡോഫൈൽ എന്ന് വെച്ചാൽ എന്താ? ഹോഡോഫൈൽ. ഓക്കെ, ഹോഡോ എന്ന് പറയുന്ന വാക്ക് ബേസിക്കലി ട്രാവൽ എന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ഹോഡോ എന്ന് വെച്ചാലേ അതിൻ്റെ മീനിങ് എന്താണ്? ട്രാവൽ എന്നാ. ഓക്കെ, ഇവിടെ നമുക്ക് ഹോഡോയും ഉണ്ട് ഫോബിയയും ഉണ്ട്. ഹോഡോ എന്ന് വെച്ചാൽ എന്താണ്? മീനിങ് ട്രാവൽ ആണ് കേട്ടോ. ഫോബിയ എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാലോ, ഫിയർ അല്ലേ. ഓക്കെ, ഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ആണ്. ഹോഡോ എന്ന് വെച്ചാൽ എന്താ? ട്രാവൽ ആണ്. അപ്പൊ ഹോഡോ ഫൈൽ എന്ന് വെച്ചാൽ എന്താ? ഫൈൽ എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ലവ് ചെയ്യുന്ന ആളല്ലേ. അപ്പൊ ഹോഡോഫൈൽ എന്ന് വെച്ചാൽ എന്താ? ട്രാവലിനെ ലവ് ചെയ്യുന്ന ആള്. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ഓരോ വാക്കിനെ അങ്ങോട്ട് എന്ത് ചെയ്യുക? ഇങ്ങനെ മുറിച്ച് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും ഇത് ഇന്നതുമായിട്ട് ബന്ധപ്പെടുന്ന വാക്കാണ്. ഓക്കെ, യെസ്. അപ്പൊ ഹോഡോ എന്ന് വെച്ചാൽ എന്താണ്? ട്രാവൽ ആണ്. ഓക്കെ, ഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ആണ്. അപ്പം ഹോഡോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ട്രാവൽ. യെസ്. ഓക്കെ, ഹിപ്നോഫോബിയ. ഹിപ്നോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് സ്ലീപ്പ്. ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താ? ഇങ്ങനെ ഉറക്കത്തിലേക്ക് നമ്മളെ ആഴ്ത്തുന്നതാണല്ലേ. ഹിപ്നോസിസും ഹിപ്നോട്ടൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താ? നമ്മളെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ ആഴ്ത്തുന്ന പരിപാടിയാണ്. അപ്പൊ ഹിപ്നോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉറക്കമല്ലേ. അപ്പൊ ഹിപ്നോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഉറക്കത്തോടുള്ള ഭയം. ഓക്കെ, ഉറക്കത്തോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഹിപ്നോഫോബിയ എന്ന് പറയുന്നത്. ഹിപ്നോ എന്ന് വെച്ചാൽ ഉറക്കത്തിലാക്കുന്ന അവസ്ഥ. ഓക്കെ, അപ്പൊ ഹിപ്നോ സ്ലീപ്പ് കേട്ടോ, അങ്ങനെ ഓർത്ത് വെക്കുക. നൗ ഓക്കെ, ഐട്രോഫോബിയ. ഐട്രോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഐട്രോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഡോക്ടേഴ്സ്. ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല, ഹോസ്പിറ്റലിൽ കാണുമ്പോഴേ ഒക്കെ ചെല്ലുമ്പോഴേ ഡോക്ടേഴ്സിനെ കാണുമ്പോഴേ ഇങ്ങനെ ടെൻഷനൊക്കെ വരും അല്ലേ. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്? ഐട്രോഫോബിയ ആണ്. ഓക്കെ, ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഉള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഐട്രോഫോബിയ. ഓക്കെ, ഐട്രോഫോബിയ. യെസ്. ഇനി ഇക്തിയോഫോബിയ. ഇക്തി എന്ന വാക്ക് നമ്മൾ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇക്തി എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ലോജി സീരീസിലാണെങ്കിലും ഓക്കെ നമ്മൾ പല തവണയായിട്ട് ഇക്തി എന്ന് പറയുന്ന വാക്കിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇക്തി എന്ന് വെച്ചാൽ എന്താണ്? എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? ഫിഷിനെ റിലേറ്റ് ചെയ്യുന്ന വാക്കാണ്. ഓക്കെ, അപ്പൊ ഇക്തിയോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഇക്തിയോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ഫിഷ്. മത്സ്യങ്ങളോടുള്ള, മീനുകളോടുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇക്തിയോഫോബിയ എന്ന് പറയുന്നത്. ഇക്തി നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ നമ്മൾ പല തവണ റിപ്പീറ്റ് ചെയ്തൊരു വാക്കാണ് കേട്ടോ ഇക്തി എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. ഓക്കെ, അത് കംപ്ലീറ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് ഫിഷ് എന്ന് പറയുന്ന വാക്കിനെയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വൊക്കാബ്സ് പഠിക്കാൻ പറ്റുക? റിപ്പീറ്റഡ്ലി ഇതിങ്ങനെ കേൾക്കുമ്പോഴാണ് നമുക്ക് വൊക്കാബ്സ് പഠിക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഇക്തി കണ്ടു, ഇനി മാനിയ സീരീസിൽ നമ്മൾ ഇക്തി കാണും, ലോജി സീരീസിൽ നമ്മൾ ഇക്തി കണ്ടു. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് എന്തായി? ഇക്തി എന്ന് പറയുന്ന വാക്ക് ഫിഷിനെ റെപ്രസെന്റ് ചെയ്യുന്ന എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങ് ബൈ ഹാർട്ടായി. ഓക്കെ, അങ്ങനെ വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുക? നമുക്കിത് കാണുമ്പോഴേ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റിപ്പീറ്റഡ്ലി കാണുക കേട്ടോ. ഓക്കെ, വാക്കുകളെ റിപ്പീറ്റഡ്ലി കാണുക. ഓക്കെ, നോക്കിയേ, ഇക്തിയോഫോബിയ. ഇക്തി എന്ന് വെച്ചാൽ എന്താ? ഫിഷ്. ഓക്കെ, അപ്പൊ ഫിയർ ഓഫ് ഫിഷ് ആണ് എന്ത്? ഇക്തിയോഫോബിയ. ഇനി കെറോനോഫോബിയ. കെറോനോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് തണ്ടർ. ഓക്കെ, ഇടിമുഴക്കത്തോടുള്ള അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിനോടുള്ള, ഇടിമിന്നലിനോടും ഇടിമുഴക്കത്തോടും ഒക്കെയുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? കെറോനോഫോബിയ
ഫോബിയ. കെറോനോഫോബിയ. ഓക്കെ, കൈനസോഫോബിയ. കൈനസോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മൂവ്മെന്റ്. ഈ കൈനസ് എന്ന് പറയുന്ന വാക്കില്ലേ, കൈനസ്തെറ്റിക്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫിസിക്സിലോ സയൻസിലോ ഒക്കെ നമ്മൾ പറയില്ലേ, അതെന്താ? കൈനസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? മൂവ്മെന്റ് കേട്ടോ. കൈനസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? മൂവ്മെന്റ് ആണ്. ഓക്കെ, കൈനസ് കേട്ടോ. കൈനസ് എന്ന് കേൾക്കുമ്പോഴേ സംഭവം എന്താ? മൂവ്മെന്റ് ആണ്. ഓക്കെ, മൂവ്മെന്റ് ആണ്. അപ്പൊ കൈനസോഫോബിയ എന്ന് വെച്ചാൽ എന്താ? മൂവ്മെന്റിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? കൈനസോഫോബിയ. ഓക്കെ, നൗ യെസ്, ക്ലെപ്റ്റോഫോബിയ. ക്ലെപ്റ്റോഫോബിയ എന്താ? നല്ല പേരല്ലേ, ക്ലെപ്റ്റോഫോബിയ. ഓക്കെ, ക്ലെപ്റ്റോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് സ്റ്റീലിംഗ്. ഇങ്ങനെ അപഹരിച്ചുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. നമ്മളൊരു പബ്ലിക് സ്പേസിലൊക്കെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധനമൊക്കെ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുള്ള ഭയം. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ കിടക്കുന്ന സമയത്ത് കള്ളം കയറി എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുള്ള ഭയം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ ഉള്ളത്? ക്ലെപ്റ്റോഫോബിയ ആണ് കേട്ടോ ഉള്ളത്. ക്ലെപ്റ്റോഫോബിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ എപ്പോഴും മോഷ്ടിച്ചുകൊണ്ട് പോകും, ആൾക്കാരെൻ്റെ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകും എന്ന് വിചാരിക്കുന്നത്. അവർക്ക് ക്ലെപ്റ്റോഫോബിയ ആണ്. ക്ലെപ്റ്റോഫോബിയ. ഓക്കെ, കോണിയോഫോബിയ. കോണിയോഫോബിയ എന്താ? ഫിയർ ഓഫ് ഡസ്റ്റ്. ഓക്കെ, ഈ ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് മിക്കവാറും കോണിയോഫോബിയ ഉണ്ടാവും. ഡസ്റ്റ് വരുമ്പോഴേക്കും അവരിങ്ങനെ കർച്ചീഫൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടവലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കും. ഒന്നെങ്കിൽ അലർജിക് ആയിട്ട് ഫുള്ള് ചൊറിഞ്ഞ് തടിച്ചൊക്കെ വരും, അല്ലെങ്കിൽ തുമ്മലൊക്കെ ആയിരിക്കും. അപ്പം മിക്കവാറും അലർജിക് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുണ്ടാവും? കോണിയോഫോബിയ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോ, നിങ്ങൾക്ക് ഡസ്റ്റ് അലർജി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡസ്റ്റിനോട് ഭയം ഉണ്ടെങ്കിൽ അതെന്താണ്? കോണിയോഫോബിയ ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആരാണ്? കോണിയോഫോബിക് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ, നൗ കോപ്പോഫോബിയ. കോപ്പോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ഫാറ്റിക്. ഓക്കെ, അതായത് ഇങ്ങനെ ക്ഷീണിച്ച് അവശനായിട്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോപ്പോഫോബിക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷീണം വരുന്നതിനോടുള്ള അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയോടുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? കോപ്പോഫോബിയ എന്ന് പറയുന്നത്. യെസ്. ഓക്കെ, ലാലോഫോബിയ. ലാലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ലാലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, ഫിയർ ഓഫ് സ്പീക്കിംഗ്. നമ്മളൊരു അലോഫോബിയ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തൊട്ട് മുന്നത്തെ സീരീസിൽ, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അലോഫോബിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അലോഫോബിയ. അലോ എന്ന് വെച്ചാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ഹലോ പറയുന്നതിന് പകരം നമ്മൾ ചിലരൊക്കെ നമ്മുടെ ചാറ്റിൽ അലോ എന്ന് എഴുതിയിടൂലേ? ഹലോ. യെസ്, അതെന്താ മീൻ ചെയ്യുന്നത്? ഹലോ. എന്ത് ടൈമിലാണ് അത് അലോ യൂസ് ചെയ്യുന്നത്? സ്പീക്ക് ചെയ്യുന്ന ടൈമിലല്ലേ? ഹലോ. യെസ്, നമ്മുടെ തുടര് സിനിമയിൽ ജോർജ് സാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ്, ഹലോ. യെസ്, അങ്ങനെയാണല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അതേപോലെ കേട്ടോ, അലോ, ലാലോ, ഈ പദങ്ങളൊക്കെ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്? സ്പീക്കിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അലോ, ലാലോ ഇതൊക്കെ എന്താണ്? സ്പീക്കിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പദങ്ങളാണ്. ഓക്കെ, യെസ്. ലിംനോഫോബിയ. ലിംനോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? ഫിയർ ഓഫ് ലേക്സ്. ലേക്സിനോടുള്ള ഭയമാണ് എന്ത്? ലിംനോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ലോഗോഫോബിയ. ലോഗോഫൈൽ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ലോഗോ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേ എന്താ സാധനം? വേർഡ്സ് ആണ് കേട്ടോ. വേർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വാക്കാണ് എന്ത്? ലോഗോ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ലോഗോ. നമ്മുടെ ലോഗോ അല്ല കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ള ലോഗോ എന്ന് പറയുന്ന മറ്റേ ഓരോ കമ്പനിയുടെ ലോഗോ അങ്ങനത്തെ സാധനമായിരിക്കും അല്ലേ? ഒളിമ്പിക്സിന്റെ ലോഗോ. ഓക്കെ, ലോഗോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വേർഡ്സ് എന്നാണ് കേട്ടോ. ലോഗോ ഫൈൽ എന്ന് വെച്ചാൽ അപ്പം എന്താ? വേർഡ്സിനെ ഇഷ്ടപ്പെടുന്ന ആൾ, അതായത് ഒത്തിരി വേർഡ്സ് പഠിച്ചു വെക്കുന്ന ആൾ. ഇപ്പം നമ്മൾ ഈ റൂട്ട് വേർഡ് സീരീസ് ഒക്കെ കണ്ടിട്ട് കുറേ വേർഡ്സ് പഠിച്ചു വെക്കില്ലേ? അപ്പം നമ്മൾ ആരാ? ലോഗോ ഫൈൽ അല്ലേ? ഒത്തിരി വേർഡ്സിനെ പഠിച്ചു വെക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒത്തിരി വാക്കുകളെ ഇഷ്ടപ്പെടുന്ന ആൾ, അതാണ് കേട്ടോ ലോഗോ എന്ന് വെച്ചാൽ വേർഡ്സ്. ഫോബിയം കൂടെ ഉള്ളതുകൊണ്ട് എന്താ? ഫിയർ ഓഫ് വേർഡ്സ് ആണ് ലോഗോ ഫോബിയ. നൗ ലൂണോഫോബിയ. ലൂണാർ ഇതൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാ? ലൂണാർ ഇതൊക്കെ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാ? ലൂണാർക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാ? മൂണിനെ അല്ലേ? ലൂണാർ. ഓക്കെ, നമ്മുടെ മൂൺ മിഷൻസ് ഒക്കെ ആയിരുന്നു അല്ലേ ലൂണ എന്ന് പറയുന്നതൊക്കെ. ഓക്കെ, അപ്പൊ ലൂണ എന്ന് കേൾക്കുമ്പോഴേ എന്താണ് സാധനം? മൂണിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാക്കാണ്. അപ്പൊ ലൂണോഫോബിയ എന്ന് വെച്ച സാധനം എന്താ?
ഫിയർ ഓഫ് മൂൺ. ഓക്കെ, ചന്ദ്രനോടുള്ള ഭയമാണ് എന്ത്? ലൂണ ഫോബിയ എന്ന് പറയുന്നത്. ലൂണ എന്ന് പറയുന്നത് നമ്മുടെ മൂൺ മിഷൻസ് ആയിരുന്നു. ഓക്കെ, പല കാലങ്ങളിലായിട്ട് നടന്ന മൂൺ മിഷൻസ് ആയിരുന്നു എന്ത്? ലൂണ എന്ന് പറയുന്നത്. അപ്പൊ ലൂണ എന്ന് വെച്ചാൽ എന്താ? സംതിങ് റിലേറ്റഡ് ടു മൂൺ. ഫോബിയം കൂടെ ഉള്ള ഫോബിയം കൂടെ ഉള്ളത് കൊണ്ട് എന്താണ് സംഭവം? ഫിയർ ആണ് അല്ലെ, ഫിയർ ഓഫ് മൂൺ. ഓക്കെ, ലൈഗോഫോബിയ. ലൈഗോഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കിവിടെ കാണാൻ സംഭവം എന്താ? ഇരുട്ടാണല്ലേ, ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ ഇരുട്ടത്ത് പുറത്തേക്ക് പോകാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാവർക്കും ഇല്ല, കുറഞ്ഞ ആൾക്കാർക്കെങ്കിലും ഒക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു. ഓക്കെ, ആ ടൈമിൽ നമുക്ക് എന്തുണ്ടായിരുന്നു? ലൈഗോഫോബിയ ഉണ്ടായിരുന്നു കേട്ടോ. ലൈഗോഫോബിയ ഉണ്ടായിരുന്നുകൊണ്ടാണ് എന്ത്? നമുക്ക് പുറത്തേക്ക് പോകാൻ ഭയം ഉണ്ടായിരുന്നത്, ഇരുട്ടത്ത് പുറത്തേക്ക് പോകാൻ ഭയം ഉണ്ടായി. ഓക്കെ, അപ്പൊ ലൈഗോഫോബിയ എന്താ? ഫിയർ ഓഫ് ഡാർക്ക്നെസ്. ഓക്കെ, മജേറക്കോഫോബിയ. ഓക്കെ, മജേറക്കോഫോബിയ എന്ന് പറയുന്നത് എന്താ? ഫിയർ ഓഫ് കുക്കിംഗ്. ഓക്കെ, കുറേ ആളുകൾക്കെങ്കിലും ഈ ഫിയർ ഓഫ് കുക്കിംഗ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ പുറത്തൊക്കെ പോയി താമസിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ, അതായത് ഇവിടുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് വേറെ രാജ്യത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് എന്താണ് ഈ മജേറക്കോഫോബിയ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, നിർബന്ധമായിട്ട് കുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, അല്ലാതെ നമ്മൾ നാട്ടിൽ വീട്ടിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തുണ്ട്? നമുക്ക് അമ്മമാരൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് തരുന്നതുകൊണ്ട്, പേരൻസ് ഫുഡ് കുക്ക് ചെയ്ത് തരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളങ്ങനെ അടുക്കളയിലേക്കൊന്നും അങ്ങനെ കയറത്തില്ല. നമ്മൾക്ക് മെല്ലെ മെല്ലെ എന്ത് വരും? മജീറക്കോഫോബിയ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പക്ഷെ അത്ര നല്ല കാര്യമല്ല. നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഇൻഡിപെൻഡൻ്റ് ആവും. ഒത്തിരി കാലം നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യണം? മജീറക്കോഫോബിയ ഒക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, സോ മജീറക്കോഫോബിയ എന്താ? ഫിയർ ഓഫ് കുക്കിംഗ്. ഓക്കെ, യെസ്. മാസ്റ്റിഗോഫോബിയ. എന്താ മാസ്റ്റിഗോഫോബിയ? മാസ്റ്റർ എന്ന് പറയുന്ന സാധനമൊക്കെ നമുക്ക് എവിടെയാണ് വരുന്നത്? നമ്മുടെ കുംഫൂലും കരാട്ടയിലൊക്കെ ആണല്ലേ നമുക്ക് മാസ്റ്റേഴ്സ് വരുന്നത്. സോ മാസ്റ്റിഗോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഇനി ഇടിക്കുന്നതിന്, പണിഷ്മെന്റ്സിനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മാസ്റ്റിഗോഫോബിയ എന്ന് പറയുന്നത്. മാസ്റ്റർ നമുക്ക് തരുന്നത് എന്താ? ഓക്കെ, മാസ്റ്റർ നമുക്ക് കുറെ അറിവൊക്കെ തരും, പക്ഷെ എന്ത് വരും? പോസിറ്റീവായിട്ടുള്ള പണിഷ്മെന്റ്സ് മാസ്റ്റർ നമുക്ക് തരില്ലേ? തരും. ഓക്കെ, സോ മാസ്റ്റർ തരുന്നത് എന്താണ്? പണിഷ്മെന്റ്സ്. അപ്പൊ അതിനോടുള്ള ഭയമാണ് എന്ത്? മാസ്റ്റിഗോഫോബിയ. ഓക്കെ, യെസ്. മെറ്റാലോഫോബിയ. മെറ്റാലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മെറ്റൽ. മെറ്റലിനോടുള്ള ഭയമാണ് മെറ്റാലോഫോബിയ. നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ ഈസി ആയിട്ട് കിട്ടും അല്ലെ? മെറ്റാലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? മെറ്റൽ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അല്ലേ? ഓക്കെ, അപ്പം മെറ്റാലോ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് മെറ്റൽ. ഓക്കെ, മെത്തിഫോബിയ. മെത്തിഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ആൽക്കഹോൾ. ആൽക്കഹോളിനോടുള്ള ഭയമാണ് മെത്തിഫോബിയ എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ, തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ആൽക്കഹോളിനോടുള്ള ഭയത്തിന് വേറൊരു വാക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യുക? പ്രീവിയസ് വീഡിയോ പോയി കണ്ടിട്ട് അതെന്താന്നുള്ളത് നോക്കുക. ഓക്കെ, യെസ്. ഇതെന്താ? മെത്തിഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ആൽക്കഹോൾ. ഓക്കെ, മെട്രോഫോബിയ. മെട്രോഫോബിയ എന്ന് വെച്ചാൽ എന്താ? മെട്രോയോടുള്ള ഭയമല്ല. ഓക്കെ, ഈ വാക്കുകൾ കണ്ടുപിടിക്കുന്ന സമയത്ത് മേ ബി മെട്രോ ഇല്ലാഞ്ഞിട്ടായിരിക്കാം എന്ത് ചെയ്യാത്തെ? മെട്രോയോടുള്ള ഭയമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട്. ഓക്കെ, മെട്രോ എന്ന് വെച്ചാൽ എന്താ? മെട്രോ പോലെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന പോയട്രിയോടുള്ള ഭയമാണ് എന്ത്? മെട്രോഫോബിയ. ഓക്കെ, പോയട്രിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു കയറി വരും അല്ലേ? ഓക്കെ, അതേപോലെ എന്താ? കുറച്ച് വാസ്റ്റാണ്. അതേപോലെ മെട്രോ എന്താണ്? ഭയങ്കര വാസ്റ്റാണ് ഒക്കെയാണ്. അതേപോലെ മെട്രോ പോലെ ഫാസ്റ്റ് ആയിട്ടുള്ള പോയട്രിയെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പോയട്രിയോടുള്ള ഭയമാണ് എന്ത്? മെട്രോഫോബിയ. യെസ്, മോണോഫോബിയ. എന്താ മോണോഫോബിയ? മോണോ എന്ന് കേൾക്കുമ്പോഴേ എന്താണ്? നമുക്ക് മോൺസ്റ്റർ ഒക്കെ അല്ലേ ഓർമ്മ വരിക? മൊണേഷ്യസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, മോണോ എന്ന് പറയുമ്പോഴേ എന്താണ്? മോണോ ഓക്കെ, മോൺസ്റ്റർ എന്നുള്ള സാധനം ഓർക്കുക കേട്ടോ. മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക്. അപ്പൊ ആ സോളിറ്റ്യൂഡിന് അല്ലെങ്കിൽ ലോൺലിനെസ്സിനോടുള്ള ഭയമാണ് എന്ത്? മോണോഫോബിയ എന്ന് പറയുന്നത്. ലോൺലിനെസ്, കുറേ ആളുകൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഭയങ്കര ഭയമായിരിക്കും. അവരിങ്ങനെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് പോകുന്നൊരു സ്റ്റേറ്റ് വരും. ഓക്കെ, അപ്പോൾ അവർക്ക് എപ്പോഴും ആൾക്കാരുടെ കൂടെ ഇരിക്കാൻ അല്ലെങ്കിൽ തന്നെയായി പോകുമെന്നുള്ളൊരു വല്ലാത്ത ഭയമില്ലേ? ഓക്കെ, അതിനോടുള്ള ആ ഭയത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? മോണോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ, മിർമക്കോഫോബിയ. എന്താ മിർമക്കോഫോബിയ? മിർമക്കോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് ആൻസ്. ഓക്കെ, നമ്മൾ ഇതിന് മുന്നേ ആൻഡോഫോബിയ കണ്ടിരുന്നു, അത് ആൻസ് അല്ലായിരുന്നു നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി മിർമക്കോഫോബിയ ആണ് എന്തെന്ന് പറയുന്നത്? ഫിയർ ഓഫ് ആൻസ്. ഓക്കെ, ഉറുമ്പുകളോടുള്ള ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? മിർമക്കോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, മിർമക്കോഫോബിയ. ഇങ്ങനെ മിർമിർന്ന് നടക്കുന്ന ഉറുമ്പുകളോടുള്ള ഭയമാണ് എന്ത്? ഫിയർ ഓഫ് ആൻസ് ഓർ മിർമക്കോഫോബിയ. ഓക്കെ, മിസോഫോബിയ. എന്താ മിസോഫോബിയ? മിസോഫോബിയ എന്ന് വെച്ചാൽ ഡേർട്സിനോട് അല്ലെങ്കിൽ ജേംസിനോടുള്ള ഭയമാണ് മിസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഡേർട്സ് അല്ലെങ്കിൽ ജംസിനോടുള്ള ഭയം കേട്ടോ. ഡേർട്ട് അല്ലെങ്കിൽ ജംസിനോടുള്ള ഭയമാണ് എന്തെന്ന് പറയുന്നത്? മിസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, മിസോഫോബിയ എന്ന് പറഞ്ഞാൽ ഡേർട്ട് അല്ലെങ്കിൽ ജേംസിനോടുള്ള ഭയം. ഓക്കെ, നെക്രോഫോബിയ. എന്താ നെക്രോഫോബിയ? ശവശരീരങ്ങളോടുള്ള ഭയം. ഓക്കെ, ഒത്തിരി പേർക്ക് ഉണ്ടാവുന്ന ഒരു ഭയമാണ് നെക്രോഫോബിയ എന്ന് പറയുന്നത്. നമുക്ക് മരിച്ച വീട്ടിലൊക്കെ പോകാൻ, ഓക്കെ, അതായത് ഓക്കെ മരണം സംഭവിച്ച വീട്ടിലൊക്കെ പോകാൻ നമ്മൾക്ക് എന്തുണ്ടാവും? കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഭയം ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ശവശരീരങ്ങൾ കാണാൻ, ഡെഡ് ബോഡി കാണാനൊക്കെ ചെറിയ ഭയം ഉണ്ടാകും അല്ലേ? ആ ഭയത്തെയാണ് എന്തെന്ന് പറയുന്നത്? നെക്രോഫോബിയ എന്ന് പറയുന്നത്. നെക്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ നമുക്കിങ്ങനെ തൊണ്ടയൊക്കെ ഇങ്ങനെ വരളുന്ന പോലെ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരവസ്ഥയല്ലേ? നെക്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നെക്രോഫോബിയ. ഓക്കെ, എപ്പോൾ? ഡെഡ് ബോഡിയൊക്കെ കാണുന്ന സമയത്ത്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെക്രോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നോക്റ്റിഫോബിയ. എന്താ നോക്റ്റിഫോബിയ? നോക്റ്റിഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ് നൈറ്റ്. ഓക്കെ, നോക്റ്റി നൈറ്റ്, നോക്റ്റി നൈറ്റ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. നോക്റ്റി എന്നും എന്നും. ഓക്കെ, നോക്റ്റി എന്നും എന്നും. നൈറ്റിനോടുള്ള ഭയമാണ് എന്ത്? നോക്റ്റിഫോബിയ. ഓക്കെ, നോക്റ്റിഫോബിയ എന്ന് വെച്ചാൽ എന്താണ്? നൈറ്റിനോടുള്ള ഭയം. ഓക്കെ, മിക്കവാറും എന്തുകൊണ്ടായിരിക്കും? ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ടാണ് അല്ലേ? ഓക്കെ, നോസോകോഫോബിയ. നോസോകോം ഫോബിയ. എന്താ നോസോകോം ഫോബിയ? ഹോസ്പിറ്റൽസിനോടുള്ള ഭയമാണ് നോസോകോം ഫോബിയ എന്ന് പറയുന്നത്. ചിലർക്ക് ആശുപത്രി പോകണ്ട, എന്നെ ആശുപത്രി കൊണ്ടുപോകണ്ടെന്നൊക്കെ പറയില്ലേ? ചിലർക്ക് ഹോസ്പിറ്റൽസിനോട് വല്ലാത്ത ഭയം ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നോസോകോം ഫോബിയ. നോസോകോം ഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, നോസോഫോബിയ. എന്താ നോസോഫോബിയ? ഓക്കെ, ഇത് ബേസിക്കലി ഇൽനെസ്സിനോടുള്ള ഭയമാണ് കേട്ടോ. അതായത് ഓക്കെ ലൈഫ് ത്രെട്ടണിങ് ആയിട്ടുള്ള ഡിസീസുകളോടുള്ള ഭയമാണ് എന്ത്? നോസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, നോസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ക്യാൻസർ പോലെ, എയ്ഡ്സ് പോലെ ഇങ്ങനെ നമ്മൾ മരിച്ചു പോകും അല്ലെങ്കിൽ മരിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഡിസീസ് ഇല്ലേ? അതിനോടുള്ള ഭയമാണ് എന്ത്? നോസോഫോബിയ എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ ഓക്കെ ഓക്ലോഫോബിയ. എന്താ ഓക്ലോഫോബിയ? ഫിയർ ഓഫ് ക്രൗഡ്സ് അല്ലേ? ഓക്കെ, ഓക്ലോഫോബിയ എന്ന് വെച്ചാൽ എന്താ? ഫിയർ ഓഫ് ക്രൗഡ്സ്. നമ്മുടെ മോബിനോട്, ജനക്കൂട്ടത്തോട് ഒക്കെയുള്ള ഭയത്തെയാണ് ഓക്ലോഫോബിയ എന്ന് പറയുന്നത്. ഒരു ഓക്വേർഡ്. ഓക്കെ, ഓക്ലോ എന്ന് കേൾക്കുമ്പോൾ ഓക്വേർഡ് എന്നുള്ള സാധനം വരും അല്ലേ? ഓക്കെ, നമുക്ക് ഓക്വേർഡ് ആയിരിക്കും. ഇങ്ങനെ ഭയമുള്ളവരെന്തായിരിക്കും? ഓക്വേർഡ് ആയിരിക്കും. കുറച്ച് മോബ്സിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ക്രൗഡിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോഴേക്ക് എന്തായിരിക്കും? ഓക്വേർഡ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഓക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്തുണ്ട്? ഓക്ലോഫോബിയ ഉണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഓക്കോഫോബിയ എന്താ? ഓക്കോഫോബിയ ഇസ് ദ ഫിയർ ഓഫ് വെഹിക്കിൾസ്. വെഹിക്കിൾസ് അല്ലെങ്കിൽ വണ്ടികളോടുള്ള, എസ്പെഷ്യലി ഇത് കാറുകളോടുള്ള ഭയമാണ് എന്ന് പറയുന്നത് ഓക്കോഫോബിയ. ഓക്ലോഫോബിയ എന്താണ്? ഓക്വേർഡ് കേട്ടോ. ഓക്വേർഡ്. എവിടെ ഓക്വേർഡ്? മോബിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ, ക്രൗഡിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ ഉള്ള ഓക്വേർഡ് ഫീലിംഗ്. ഓക്കെ, ഓക്കോഫോബിയ ആണെങ്കിലോ വെഹിക്കിൾസിനോടുള്ള ഭയമാണ് ഓക്കോഫോബിയ. ഓക്കെ, യെസ്, നമ്മുടെ ലാസ്റ്റ് വേർഡ് കേട്ടോ, ഒഡന്റോഫോബിയ. എന്താ ഒഡന്റോഫോബിയ? ഡെന്റോ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലായി? ഡെന്റോ. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് വേറെ ആണെങ്കിലും ഒഡന്റോ. ഓക്കെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? ഡെന്റോ എന്നുള്ള സാധനം കിട്ടും അല്ലേ? ഡെന്റോ. ഡെന്റോ എന്ന് വെച്ചാൽ എന്താ? ഡെന്റൽ. ഡെന്റോ. ഓക്കെ, ഡെന്റോ എന്ന് വെച്ചാൽ എന്താ? ഡെന്റൽ. ഓക്കെ, ഡെന്റൽ ട്രീറ്റ്മെന്റിനോടുള്ള ഭയമാണ് എന്ത്? ഒഡന്റോഫോബിയ. ഓക്കെ, ഡെന്റോ ഓർത്ത് വെക്കുക കേട്ടോ. ഒഡന്റോയിൽ ഓ അങ്ങ് മാറ്റി വെച്ചിട്ട് ഡൊന്റോ. ഡൊന്റോ എന്ന് വായിക്കരുത്, ഒഡന്റോ ആണ് കേട്ടോ. ഒഡന്റോ. ഓക്കെ, അപ്പൊ എന്താ? ഒഡന്റോഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ്
ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, യെസ്. ഇങ്ങനെ നമ്മുടെ 50 വേർഡ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ ഫോബിയ സീരീസിലെ. ഓക്കെ, നമ്മുടെ Another 50 കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫോബിയ സീരീസ് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് എന്ത് ചെയ്യുക, നമ്മൾ ഓൾമോസ്റ്റ് 250 വേർഡ്സ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 250 വേർഡ്സും ജസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, കംപ്ലീറ്റ്ലി കാണാപ്പാഠം പഠിക്കണം എന്നല്ല, പക്ഷെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴേ എന്ത് ചെയ്യണം, ക്യാച്ച് ചെയ്യാൻ പറ്റണം. അങ്ങനെയുള്ള രീതിയിലേക്ക് റിപ്പീറ്റഡ്ലി ഇതിങ്ങനെ മൈൻഡിൽ